കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. നമുക്കൊപ്പം പ്രമുഖ നടൻ ശ്രീ സായ്കുമാർ ചേരുകയാണ്. ശ്രീ സായ്കുമാർ, അങ്ങേക്ക് വ്യക്തിബന്ധമുള്ള ഒരാളുടെ വിയോഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അങ്ങേ വിളിക്കേണ്ടി വന്നത്. കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്ത അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. അതെ അതെ ഞാന് എൻ്റെ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ പൊന്നമ്മയുടെ ആദ്യത്തെ പടത്തില് എൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ലൊക്കേഷനെ വെച്ചിട്ട്. അത് മാത്രമല്ല, എന്താ പറയാ, ഇത്രയും ഒരമ്മ എന്ന് നമ്മളൊക്കെ മനസ്സിലാലോചിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന മുഖം പൊന്നമ്മയുടെ അല്ലേ. അതേപോലെ ഒരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും എല്ലാവരും അല്ലേ. അതേപോലെ ആയിരുന്നു ഞാനൊരു 10-30 പടത്തിനോടടുത്ത് പൊന്നമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അത് നമ്മളുടെയൊക്കെ എന്താ പറയാ, ഒരു ചെറിയ മോൻ, ഒരു മകന്റെ സ്ഥാനത്താണ് തീർച്ചയായിട്ടും നമ്മളെയൊക്കെ കണ്ടിട്ടുള്ളത്. അത് എന്താ പറയാ, വളരെ സുഖമില്ലാതിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ വിഷമം ഉണ്ടായിരുന്നു. ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ചു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ എന്താ പറയാ, എല്ലാരും വേർപാടൊരു വല്ലാത്തൊരു വിഷമം തന്നെയല്ലേ. അതെ, ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ്. ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ഒരു താരം കൂടിയാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഒരു കാലഘട്ടത്തില് എല്ലാ നസീർ സാറിന്റെ, സത്യമാഷിന്റെ, മധു സാറിന്റെ, അങ്ങനെ എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിച്ചതാണ് വളരെ ചെറുപ്പമായിട്ട് തന്നെ. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ ഇന്നത്തെ മോഹൻലാൽ, മമ്മൂട്ടി ചിത്രങ്ങൾ വരെ ഉൾപ്പെടെയുള്ള പടങ്ങളിൽ വളരെ ശക്തമായ നല്ല അമ്മയെ കിട്ടണമെങ്കിൽ പൊന്നമ്മ വേണമായിരുന്നല്ലോ. അത് ഒരു ഓർമ്മ എന്നും മനസ്സിലുണ്ടാവും. മലയാളികൾ ഉള്ളിടത്തോളം കാലം അവരുടെയൊക്കെ പേരെന്നും ഓർത്തിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആത്മാവിനെ നിത്യശാന്തി നേരുക, അല്ലാതെ നമ്മൾ എന്താണ് പറയുക. ഒരുപാട് വേർപാടുകളാണ് മലയാള സിനിമയ്ക്ക്. ഇപ്പോൾ ഒരുപാട് വേർപാടുകൾ അടുപ്പിച്ച് വരികയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മൾ തോളിൽ കൈയിട്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ തമാശ പറഞ്ഞ് ചിരിച്ചിരുന്ന ആ വ്യക്തി നാളെ ഇല്ല എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്, പെട്ടെന്നൊരു ശൂന്യത വന്നു നിറയുന്നത് പോലെയാണ്. തീർച്ചയായിട്ടും പെട്ടെന്നൊരു അന്ധകാരത്തിലേക്ക് പോയി നിൽക്കില്ലേ. പെട്ടെന്നൊരു മതിലിടിച്ച് നിൽക്കുന്നവരായി പോകും. പെട്ടെന്ന് അവരൊക്കെ പോവാന്ന് പറയുമ്പോൾ അതൊക്കെ ആ ലെജൻസ് ആണ്. അവരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആത്മാവിനെല്ലാം നിത്യശാന്തി നേരെ പ്രാർത്ഥിക്കണം. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അറിയാവുന്ന ഒരു താരമാണ്. അവരുടെയൊക്കെ മനസ്സിലും ഒരു അമ്മസ്ഥാനം തന്നെയാണ്. അവരോടൊപ്പം എല്ലാ മലയാളി ആസ്വാദകരോടൊപ്പം ഞാനും പൊന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ സായ്കുമാർ പ്രതികരിച്ചതിന്. മലയാള സിനിമയുടെ ഒരു അമ്മ മുഖം എന്ന് അടയാളപ്പെടുത്താവുന്ന വ്യക്തിത്വമായിരുന്നു കവിയൂർ പൊന്നമ്മയുടേത്. കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്തയിൽ ഇപ്പോൾ ആശുപത്രിയിൽ എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്? പൊതുദർശനം ആശുപത്രിയിൽ തന്നെ ഏർപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്.